ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ എഴുന്നേറ്റപ്പം കണ്ട കാഴ്ചയാണ് ഇത്. നല്ല സ്നോയാണ്. ആൽപ്സ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുവാണ്. ഒപ്പം നല്ല തണുപ്പുമുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ സ്നോഫോളാണ്. ഇതുവരെയായിട്ടും അത് നിന്നിട്ടില്ല. ഇപ്പോഴും കണ്ടിന്യൂസ് ആയി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് ആൽപ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്കാണ്. അതായത് യുങ്ഫ്രൗ എന്ന സ്ഥലത്തേക്കാണ്. അതാണ് ഇവിടുത്തെ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളൊക്കെ ഇവിടെ സ്നോയിൽ കളിക്കുവാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇറങ്ങിയ ആ ഒരു റെയിൽവേ സ്റ്റേഷനില്ലേ, അവിടെ നിന്നും അടുത്തൊരു ട്രെയിൻ കയറിയിട്ട് വേണം ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ നിന്ന് യുങ്ഫ്രൗ അതായത് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകാനായിട്ട് പ്രധാനമായും 2 റൂട്ടുകളാണ് ഉള്ളത്. ഒന്ന് ലൗട്ടർ ബ്രുണ്ണൻ വഴിയും മറ്റൊന്ന് ഗ്രിൻഡൽവാൾഡ് വഴിയുമാണ് പോകാൻ പറ്റുന്നത്. നമ്മളിന്ന് പോകുന്നത് ഗ്രിൻഡൽവാൾഡ് വഴിയാണ്. ആദ്യം ഇൻ്റർലാക്കൻ ഓസ്റ്റിൽ നിന്നും ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ വരെ ട്രെയിനിൽ പോകും. അവിടെ നിന്ന് ഐഗർ എക്സ്പ്രസ് എന്ന കേബിൾ കാറിലാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. പോകുന്ന വഴികളൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണല്ലേ. ഫുള്ള് സ്നോയുടെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇൻ്റർലാക്കൻ ഓസ്റ്റിൽ നിന്നും ഗ്രിൻഡൽവാൾഡിലേക്കാണ് ഫസ്റ്റിൽ നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക്. വഴിയിലുടനീളം ഇത്രയും സ്നോയും മഞ്ഞു മൂടിയ മലകളും കാണാനായിട്ട് പറ്റും. ആ കാണുന്ന റിവറൊക്കെ ഫുള്ള് ഫ്രീസായിട്ട് കിടക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഐഗർ എക്സ്പ്രസ് എന്ന കേബിൾ കാർ എടുത്താണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ട്രെയിനിലും മുകളിലേക്ക് പോകാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ഈ ഒരു കേബിൾ കാർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വെള്ളവും കുറച്ച് സ്നാക്സും ഒക്കെ നമ്മളിപ്പം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പോകുന്നത് നല്ല ഹൈറ്റിലേക്കാണ്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും ചിലർക്ക് ശ്വാസം മുട്ടൽ, തലവേദന, ആൾട്ടിറ്റ്യൂഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കിടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും ആവശ്യമെങ്കിൽ ചെറിയ സ്നാക്സ് കഴിക്കുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചേക്കുന്നത്. കാരണം മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ മുകളിലേക്ക് പോകാനായിട്ട്. ഈ ഒരു ഗ്രിൻഡൽവാൾഡ് എന്ന സ്ഥലം ഒരു സാധാരണ സ്വിസ് വില്ലേജ് മാത്രമല്ല. ഐഗർ, മ്യൂഞ്ച്, യുങ്ഫ്രൗ തുടങ്ങിയ മലനിരകളുടെ സവിശേഷത കൊണ്ട് തന്നെ പ്രശസ്തമായ ഒരു ആൽപൈൻ വില്ലേജ് കൂടിയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തന്നെ ഇവിടെ ആൽപ്സ് കാണാൻ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ട്രാവലേഴ്സ് വരാൻ തുടങ്ങി. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ മൗണ്ടൻ ട്രെയിനിങ് വന്നതോടെ ഗ്രിൻഡൽവാൾഡ് ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. 1820-ൽ ഇവിടെ ആദ്യത്തെ ഹോട്ടലായ ഷ്വാർസർ ആഡ്ലർ തുറന്നു. പിന്നീട് 1860-ൽ ആദ്യത്തെ റോഡ് നിർമ്മിക്കപ്പെട്ടു. പിന്നീട് 1890-ൽ റെയിൽവേയും എത്തി. അതായത് ഇന്നത്തെ പോലെ ടൂറിസ്റ്റ് എല്ലായിടത്തു നിന്നും എത്തുന്ന ഒരു ഡെസ്റ്റിനേഷനായി മാറുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു ഗ്രിൻഡൽവാൾഡ് ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വളരുകയായിരുന്നു. 1892-ൽ ഗ്രിൻഡൽവാൾഡിൽ ഒരു വലിയ ഫയർ ഉണ്ടായി. വെറും 2 മണിക്കൂറിനുള്ളിൽ 116 ബിൽഡിംഗ്സ് കത്തി നശിക്കുകയും 400-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതും ഈ ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. പിന്നീട് ടൂറിസം വളർന്നു. സ്കീയിങ്, ഹൈക്കിംഗ്, മൗണ്ടൻ റെയിൽവേസ്, കേബിൾ കാർ തുടങ്ങിയവയൊക്കെ വികസിച്ചു. ഇന്ന് ഗ്രിൻഡൽവാൾഡിൻ്റെ എക്കണോമിയുടെ 90%-ലധികവും ടൂറിസത്തിനെ ആശ്രയിച്ചാണ് ഇത് നിലനിൽക്കുന്നത്. ഈ ഒരു കേബിൾ കാർ നമ്മൾ നേരെ യുങ്ഫ്രൗവിലേക്ക് കൊണ്ടുപോകില്ല. ആദ്യം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് നമ്മൾ മൗണ്ടൻ ട്രെയിൻ കയറിയാണ് യുങ്ഫ്രൗവിലേക്ക് പോകുന്നത്. ഇതേ ആ കാണുന്നത് അവലാഞ്ച് എന്ന പ്രതിഭാസമാണ്. സ്നോ മാത്രമായിട്ടാണ് താഴത്തേക്ക് വീഴുന്നതെങ്കിൽ അതിനെ സ്നോഫോൾ അല്ലെങ്കിൽ സ്നോ സ്ലൈഡ് എന്നാണ് പറയുന്നത്. മലമുകളിൽ കെട്ടിക്കിടക്കുന്ന വലിയ അളവിലുള്ള മഞ്ഞ് ഒരുമിച്ച് പൊട്ടി താഴത്തേക്ക് വീഴുന്ന പ്രതിഭാസമാണ് അവലാഞ്ച്. ഈ ഒരു ഐഗർ എക്സ്പ്രസ് സാധാരണ ഒരു കേബിൾ കാർ മാത്രമല്ല. ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്നും ഈ ഒരു സ്റ്റേഷനിലേക്ക് ഏകദേശം 6.5 കിലോമീറ്റർ ദൂരമാണ്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കാം. ഈ യാത്രയിൽ ഏകദേശം നമ്മൾ 1000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് എത്തുന്നത്. അപ്പം നമ്മളിപ്പം ആ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും മൗണ്ടൻ ട്രെയിൻ കയറിയിട്ട് വേണം യുങ്ഫ്രൗവിലേക്ക് പോകാൻ. ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ഒരു യുങ്ഫ്രൗ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3454 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനും ഇവിടെ തന്നെയാണ്. അതായത് നമ്മളിനി പോകുന്നത് ഒരു സാധാരണ മൗണ്ടൻ വ്യൂവിലേക്കല്ല, 3454 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് മാത്രമല്ല, ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് ട്രെയിൻ എത്തിയത് എങ്ങനെയാണ്. അതിന് പിന്നിൽ ഒരു 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. ഈ ഒരു ട്രെയിൻ ഈ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെയിൽവേനെ കുറിച്ചുള്ള ചരിത്രമാണ് അവരിവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ഫുള്ള് സ്നോ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. 1893 അഡോൾഫ് എന്ന സ്വിസ്കാരൻ ഒരു ദിവസം മലമുകളിൽ ഹൈക്കിംഗ് ചെയ്യുമ്പോഴാണ് ഐഗർ, മോഞ്ച്, യുങ്ഫ്രൗ എന്നീ മലനിരകൾ കണ്ടിട്ട് ഇവിടെ ഒരു റെയിൽവേ ഉണ്ടാക്കണമെന്ന ആശയം വരുന്നത്. അന്ന് തന്നെ അദ്ദേഹം തൻ്റെ ആശയം ഒരു പേപ്പറിൽ സ്കെച്ച് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിന് മുകളിലെത്തിയപ്പം തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഉണ്ടായത്. നമ്മൾ ഫസ്റ്റിലെ ആ ഒരു ട്രെയിൻ കയറിയില്ലേ, ആ ട്രെയിൻ കയറിയപ്പം തൊട്ട് തന്നെ മുകളിലോട്ട് പോകും തോറും ഓക്സിജൻ്റെ അളവ് കുറവാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എനിക്കറിയില്ല മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കുമെന്ന്. നമ്മുടെ കൂടെ വന്നവർക്ക് മിക്കവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായേ. അപ്പോൾ നിങ്ങളിവിടെ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കണേ. എന്തെങ്കിലും കോളയോ അല്ലെങ്കിൽ വല്ല സ്പ്രൈറ്റോ അല്ലെങ്കിൽ സാധാ വാട്ടർ ആണെങ്കിലും മതി. അത് ഉറപ്പായിട്ട് നിങ്ങൾ കൈ കരുതിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പം പുറത്ത് -19ഉം അകത്ത് -22ഉമാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അകത്ത് നല്ല തിരക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ അപ്പം നോക്കിയാൽ കാണാം ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണെന്നുള്ളത് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നും കാണാനായിട്ട് കയറാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഷോപ്പുകളും അതേപോലെ തന്നെ പിസ്സ ഷോപ്പുകളും പിന്നെ സുവനീർ ഷോപ്പുകളും ഒക്കെയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ കുറേ സുവനീറൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കൊന്ന് കയറി നോക്കാം. അപ്പം ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇത് ഫുള്ളൊരു മലയാണ്. മലയുടെ ഉള്ളിലാണ് ഇവരിങ്ങനെ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുകളും ഇതുണ്ടാക്കുന്നത് വഴി തന്നെ കുറേ ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നേ. അപ്പോൾ പോകുന്ന വഴികളിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കുറേ ഫോട്ടോസും കുറേ ചരിത്രങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയ സ്വിസ് ആൽപ്സ് യുങ്ഫ്രൗ പ്രദേശത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇനി നമ്മൾ പോകുന്നത് സ്പിൻസ് ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം ആൽപ്സിൻ്റെ ബ്രീത്ത് ടേക്കിംഗ് വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഗ്ലേസിയർ, ആൽപ്സിൻ്റെ ഏറ്റവും നീളം കൂടിയ ഗ്ലേസിയർ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. സ്പിൻസിലേക്ക് പോകാനായിട്ട് വെറും 25 സെക്കൻഡിൽ 108 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ലിഫ്റ്റിലാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസവും നമുക്ക് സ്നോ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണ കണ്ടീഷൻ ആണെങ്കിൽ പുറത്തിറങ്ങി സ്നോയിലൂടെ നടക്കാനും പിന്നെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ സീസൺ അനുസരിച്ച് സ്നോ ഫൺ പാർക്കിലും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകും. സിപ്പ് ലൈൻ, സ്നോ ബോർഡിങ്, സ്കീയിങ് തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. പക്ഷേ ഇവയ്ക്ക് സീസണും പിന്നെ വെതർ കണ്ടീഷനും അനുസരിച്ച് അവൈലബിലിറ്റി മാറും. പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ സ്നോഫോള് വളരെയധികം ശക്തമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -22ഉം ഉള്ളിൽ -21 ഡിഗ്രിയുമാണ്. പിന്നെ ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഓരോരോ സ്പോട്ടുകളാണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പുറത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് വൈറ്റ് കളറാണ്. ഫുള്ള് സ്നോ വീണുകൊണ്ടിരിക്കുവാണ് പുറത്ത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രമാണ്. 1894 ആ ഒരു റെയിൽവേ നിർമ്മിക്കാനുള്ള കൺസെഷൻ ലഭിച്ചു. അതിനുശേഷം 1896 ജൂലൈ 27 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒഫീഷ്യലി ആരംഭിച്ചത്. അന്ന് ഇന്നത്തെ പോലെ വലിയ ഡ്രില്ലിംഗ് മെഷീനോ മോഡേൺ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ പ്രധാനമായും ഷവൽ, പിക്കാക്സ് എന്നീ കൈവശമുള്ള ടൂളുകൾ ഉപയോഗിച്ച് മാത്രമാണ് പാറക്കുള്ളിൽ ടണലുണ്ടാക്കിയത്. അതിൽ വലിയൊരു വിഭാഗം തൊഴിലാളികളും ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു. ഈ ഒരു റെയിൽവേയുടെ വലിയ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഐഗർ, മോഞ്ച് എന്നീ മലകളുടെ ഉള്ളിലൂടെയാണ് ഈ ടണൽ ഉണ്ടാക്കിയത്. മുഴുവൻ യുങ്ഫ്രൗ റെയിൽവേ റൂട്ട് ഏകദേശം 9 കിലോമീറ്റർ ആണ്. ഏകദേശം 7.6 കിലോമീറ്റർ ടണലിനുള്ളിലൂടെയാണ് പോകുന്നത്. അതായത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് കാണുന്ന മല മാത്രമല്ല, അതിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ അത്ര എളുപ്പമായിരുന്നില്ല. പണത്തിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയും പ്രശ്നങ്ങൾ അന്നും ഉണ്ടായിരുന്നു.
തൊഴിലാളികൾ പലതവണ സ്ട്രൈക്ക് ചെയ്തു. ബ്ലാസ്റ്റിംഗ് ആക്സിഡൻസ് പോലുള്ള അപകടങ്ങളും സംഭവിച്ചു. ഏകദേശം 30 കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടതായാണ് യുങ്ഫ്രോ റെയിൽവേയുടെ ചരിത്രത്തിൽ പറയുന്നത്. ഒടുവിൽ 1912 ഫെബ്രുവരി 21 യുങ്ഫ്രോ യോയിലേക്കുള്ള ടണൽ പൂർത്തിയാക്കി. 16 വർഷം നീണ്ട കൺസ്ട്രക്ഷന് ശേഷം 1912 ഓഗസ്റ്റ് 1 യുങ്ഫ്രോ ഒഫീഷ്യലി തുറക്കുന്നത്. അങ്ങനെ 3454 മീറ്റർ ഉയരത്തിലുള്ള ഈയൊരു റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചരിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അവർ ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസും ആ ഒരു സാധനങ്ങളും എല്ലാം അവരിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അവരെന്തോരം കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവരിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ പോലെ മോഡേൺ ടെക്നോളജിയോ വലിയ മെഷീനുകളോ ഒന്നുമില്ലാത്ത കാലത്ത് ഇത്രയും വലിയ മലയുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ടണൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കണം അല്ലേ? അന്നത്തെ തൊഴിലാളികൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ഭാഗവും പാറ തുരന്ന് ഈ ടണൽ നിർമ്മിച്ചത്. അതിനിടയിൽ ഒരുപാട് അപകടങ്ങളും സംഭവിച്ചു. ഒത്തിരി ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു. അവരുടെ കല്ലറയാണ് കേട്ടോ ഈ കാണാൻ സാധിക്കുന്നത്. അവരുടെ അധ്വാനവും ത്യാഗവും അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച വേദനയും എല്ലാം കൂടിച്ചേർന്നാണ് ഇന്ന് നമ്മൾ ഇത്ര എളുപ്പത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് കാണുന്ന ഈ ഒരു ടണൽ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഇത് വെറും ഒരു ടണലല്ല, 16 വർഷത്തോളം നീണ്ട മനുഷ്യരുടെ ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒരു വലിയൊരു ഓർമ്മ തന്നെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കയറാൻ പോകുന്നത് യുങ്ഫ്രോയിലെ ഐസ് പാലസിലേക്കാണ് കയറുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ കാണുന്നത് ഐസ് കൊണ്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ്. പക്ഷേ ഇവിടെ വെറുതെ മഞ്ഞ് എടുത്തു വെച്ച് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല. നമ്മൾ ഇപ്പം നടക്കുന്നത് ഗ്ലേസിയറിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച ഐസ് ടണലിലൂടെയാണ്. ഈ ഒരു ഐസ് പാലസിൻ്റെ ചരിത്രം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1934 രണ്ട് മൗണ്ടെയിൻ ഗേറ്റ്സ് ആയിരുന്ന ഗോഡ്ഫീൽഡും ഓഗസ്റ്റും കൂടി ചേർന്ന് ഈ ഒരു ഗ്ലേസിയറിൻ്റെ ഉള്ളിൽ വെറും ഒരു പിക്കാക്സും ഷവലും ഉപയോഗിച്ചാണ് ഈ ഒരു പാസേജ് ഉണ്ടാക്കിയത്. അന്ന് മെഷീനറി ഒന്നുമില്ലായിരുന്ന കാലത്ത് കൈകൊണ്ടാണ് അവർ ഈ ഐസ് ടണലിൻ്റെ തുടക്കം കുറിച്ചത്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു വാൾസും സീലിങ്ങും എല്ലാം നാച്ചുറൽ ഐസ് ആണ്. അതുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ഒരു സാധാരണ റൂമിലൂടെ പോകുന്നത് പോലെയല്ല. നമ്മൾ ലിറ്ററലി ഒരു ഗ്ലേസിയറിൻ്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ പിടിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൻ്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള രൂപങ്ങളുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ -3 ഡിഗ്രി ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഓരോ രൂപങ്ങളൊന്നും ഉരുകിപ്പോകാത്തത്. പുറത്തെ ടെമ്പറേച്ചർ മാറിയാലും ഈ ഭാഗം പ്രത്യേകം കോൾഡായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ ഐസ് സ്കൾപ്ചേഴ്സും ഐസ് ടണലിനും ഷേപ്പ് നിലനിർത്താൻ സാധിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുവാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ട്രെയിൻ കയറാനായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ സെയിം റൂട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഫസ്റ്റിൽ നമ്മൾ ട്രെയിൻ കയറണം. അതിനുശേഷം താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കേബിൾ കാർ കയറണം. അതിനുശേഷമായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ എത്തുന്നത്. നമ്മളിപ്പം പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ സ്നോ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം ഏകദേശം ഒരു 3 മണിയേ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രിൻഡൽവാൾഡിലും പിന്നെ ഈ ഒരു യുങ്ഫ്രോയിലും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു ഡിസംബർ അല്ലാത്ത സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മാസം നല്ല രീതിയിൽ സ്നോഫോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നത്. താഴോട്ട് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളും അതിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പുറത്തുള്ള ആ ഒരു ഫോട്ടോസ് ഇല്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ താഴത്തേക്ക് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം നല്ല ടയേർഡായിട്ടുണ്ട്. കാരണം കുറേ അധികം നമ്മൾ നടന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വ്ളോഗുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.